ഈ ഒരു സീസണിൽ ഇതുവരെ 2 എവിക്ഷനുകളാണ് നടന്നത്. ആദ്യത്തെ ആഴ്ചയിൽ ഹൗസിൽ നിന്ന് പുറത്തായത് മുൻഷി രഞ്ജിത്തായിരുന്നു. ഈ ആഴ്ചയിൽ RJ ബിൻസിയും പുറത്തായി. എന്നാൽ ബിൻസിയുടേത് അൺഫെയർ എവിക്ഷൻ ആയിപ്പോയി എന്നുള്ള അഭിപ്രായം ഒരു ഭാഗം പ്രേക്ഷകർക്കുണ്ട്. ഒനിൽ, ശാരിക, രേണു തുടങ്ങിയ ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥികൾ ഹൗസിൽ തുടരുന്നു എന്നത് തന്നെയാണ് മറ്റൊരു കാരണം. 100 ദിവസം ഹൗസിൽ നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസം ബിൻസിക്കും ഉണ്ടായിരുന്നു. ബിൻസി എവിക്റ്റ് ആയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും അപ്പാനി ശരത്തായിരുന്നു. ബിൻസിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്പാനി ശരത്ത് ബിൻസി കോംബോയ്ക്കിടയിൽ സൗഹൃദത്തിന് മുകളിൽ എന്തോ ഉണ്ടെന്നുള്ള അഭിപ്രായം ലൈവ് കാണുന്ന പ്രേക്ഷകർക്കും ഹൗസ് മേറ്റ്സിനും ചിലർക്കുമുണ്ട്. അപ്പാനി ബിൻസി കോംബോ കാണേണ്ടി വന്നില്ല. ബിഗ് ബോസ് ഒരു കുടുംബം രക്ഷിച്ചു. അപ്പാനിയുടെ കുടുംബം രക്ഷിച്ച ബിഗ് ബോസിന് നന്ദി. അപ്പാനിയുടെ ഭാര്യയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നിങ്ങനെയാണ് ബിൻസിയുടെ എവിക്ഷൻ വീഡിയോയ്ക്ക് താഴെ വന്ന ഏറെയും കമന്റുകൾ. ഇപ്പോഴിത് അവരുടെ കോംബോയെ കുറിച്ച് മുൻ ബിഗ് ബോസ് താരമായ സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസിനെ കുറെ നാൾ ഓടിക്കാനുള്ള ഒരു നാറ്റോ കണ്ടന്റ് ബിൻസി വീട്ടിൽ തുടർന്നുവെങ്കിൽ കിട്ടുമായിരുന്നു എന്നാണ് സായി പറഞ്ഞത്. ബിൻസിയെ പുറത്താക്കാതെ ഹൗസിൽ നിർത്തിയിരുന്നുവെങ്കിൽ ഡബിൾ മടങ്ങ് കണ്ടന്റ് കിട്ടുമായിരുന്നു. കാരണം അപ്പാനി ശരത്തും ബിൻസിയും തമ്മിലുള്ള ഒരു കോംബോ ഉണ്ട്. അത് ഏത് സെൻസിലാണ് പുറത്തേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കോംബോ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈവ് കാണുന്ന ആളുകൾ നോട്ട് ചെയ്ത കോംബോ ആയിരുന്നു. മാത്രവുമല്ല, ബിൻസി പുറത്തായപ്പോൾ നിരവധി കമന്റുകൾ വന്നിരുന്നു. നേരത്തെ ബിൻസി പുറത്തായത് നന്നായി, അല്ലെങ്കിൽ ശരത്തിന്റെ കുടുംബം കലങ്ങിയേനെ എന്നായിരുന്നു കമന്റുകൾ. ബിഗ് ബോസിൽ ഒരു നാറ്റ കണ്ടന്റ് ഓടിക്കാനുള്ള സാധനം അതിനുള്ളിൽ നിന്ന് തന്നെ നാട്ടുകാർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിനേക്കാൾ ഹെവി ആയിരുന്നു. കുറച്ച് നാറിയ കണ്ടന്റ് ആയിരുന്നു എങ്കിലും ബിഗ് ബോസ് ലൈവ് കാണാത്തത് കൊണ്ടാണോ ആ കോംബോ പൊളിഞ്ഞതെന്ന് അറിയില്ല. ബിഗ് ബോസിന്റെ ലൈവിൽ നിന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാകുന്ന ടീം ഉറങ്ങിപ്പോയോ എന്ന ഡൗട്ടുമുണ്ട്. നട്ടപ്പാതിരയ്ക്ക് അപ്പാനി ശരത്തും അക്ബറും സരികയും ബിൻസിയും ഒരുമിച്ചായിരുന്നു സംസാരം. അതുപോലെ ഹൗസിനുള്ളിൽ വെച്ച് തല മസാജ് ചെയ്യുന്ന പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ലൈവ് ടീം ശ്രദ്ധിച്ചില്ല എന്ന് തോന്നും. ഇനി ബിൻസി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അതുപോലെ അപ്പാനി ശരത്ത് ബിൻസി കോംബോയെ കുറിച്ച് ശാരികയും രേണുവും തമ്മിൽ ഡിസ്കഷനും നടന്നിരുന്നു. ബിൻസി പോയപ്പോൾ അപ്പാനി കരയുന്നത് കണ്ടും കെട്ടിപ്പിടിക്കുന്നത് കണ്ടു ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് ശാരിക പറഞ്ഞത്. രേണുവും അവരും തമ്മിൽ ഒരു ദിവസമായി ഭയങ്കര അടുപ്പമാണെന്ന് ശാരികയോട് അപ്പോൾ പറയുകയും ചെയ്തു. അത് എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട്. അപ്പാനി ശരത്ത് ബിൻസി കോംബോ ഉണ്ടായിരുന്നെങ്കിൽ രേണു വരെ ഫയറാകുമായിരുന്നു എന്ന് സായി കൃഷ്ണ പറഞ്ഞു. ഹൗസിൽ നിന്ന് കൊതി തീർന്നില്ല എന്ന് എവിക്റ്റായി പുറത്തേക്ക് പോകും മുൻപ് ബിൻസി പറഞ്ഞത്. ആദ്യ ആഴ്ച മുതൽ ആക്റ്റീവായി നിന്നിരുന്നെങ്കിൽ ബിൻസിക്ക് വോട്ടുകൾ കൂടുതൽ നേടാൻ കഴിയുമായിരുന്നു എന്നായിരുന്നു ഈ ഒരു എവിക്ഷനെ കുറിച്ച് പുറത്തു വരുന്ന കാര്യങ്ങൾ.